നമ്മുടെ നാട്ടിലെ എല്ലാ അമ്പലത്തിലെ ഉത്സവത്തിനും നമ്മുടെ പാട്ടുണ്ടാവും. പാട്ടില്ല, വീണയുടെ പാട്ടില്ലാത്ത ഒരു പരിപാടി ഉണ്ടാവൂല. പാട്ടിൽ തുടങ്ങി ഉത്സവം, നിലാവിൻ ഉത്സവം. 2011 ഞാൻ പോയി കഴിഞ്ഞാൽ എന്ത് വേണേലാവാം. നമസ്കാരം, ESP മീഡിയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കലാകാരോടൊപ്പം ഇബ്രു എന്ന പ്രോഗ്രാമിൽ ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് വീണ അനൂപാണ്. ഇത് പെരുമ്പാവൂർ പട്ടിമറ്റത്താണ് വീണയുടെ വീട്. ഒരു നല്ലൊരു അടിപൊളി കലാകാരിയാണ്, നല്ലൊരു ഗായികയാണ്. നമുക്ക് വീണയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ കാണാം. വാ. ഹായ് വീണ. ഹായ്. അങ്ങനെ വീണയുടെ വീട്ടിലെത്തി. സന്തോഷം. ഇത് വീണ അനൂപ്. അപ്പോൾ വീണയുടെ വീട്ടിലാണ് നമ്മൾ എത്തിയേക്കുന്നത്. ഇപ്പോൾ വീണയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏഷ്യാനെറ്റിൽ വാൽക്കണ്ണാടി, ജനൻ TV ദീപാരാധന, പിന്നെ ഫ്ലവേഴ്സിൽ കോമഡി ഉത്സവം, ഫ്ലവേഴ്സിൽ തന്നെ മ്യൂസിക്കൽ വൈഫ്, അതിൽ ഫൈനലിസ്റ്റ് ആയിട്ട് വന്നേക്കണം. പിന്നെ അത് കൂടാതെ 200-ൽ പരം ഡിവോഷണൽ സോങ്സുകൾ പാടിയിട്ടുണ്ട്. പിന്നെ നല്ലൊരു മ്യൂസിക് ടീച്ചറാണ്, ഒരു അധ്യാപികയാണ്. അപ്പോൾ എന്താണെങ്കിലും നന്നായിട്ട് പാട്ട് പാടുന്ന ഒരാളാണ്. ഇപ്പോൾ ലൈവ് ഷോകൾ, സ്റ്റേജിൽ ഷോകൾ പാടിക്കൊണ്ടിരിക്കുന്നു, പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വീണയുടെ വീട്ടിൽ വീണയുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി വന്നേക്കാം. നമുക്ക് അങ്ങോട്ട് കയറുന്നതിന് പകരം നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. കാരണം ഞാൻ വന്ന വഴിക്കൊക്കെ നല്ല രസമുള്ള സ്ഥലങ്ങളാണ്, അടിപൊളി സ്ഥലങ്ങൾ. അപ്പൊ എന്താ പറയുക, ജാതിക്കത്തോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊന്ന് നടന്ന് പ്രകൃതിയൊക്കെ ഒന്ന് ആഘോഷിക്കാം. പിന്നെ തീർച്ചയായിട്ടും ആയിക്കോട്ടെ. വീണ, അടിപൊളി. എന്തായാലും വീട്ടിൽ വരാൻ പറ്റി. നമ്മുടെ സ്ഥലങ്ങളൊക്കെ എന്നെ കാണിച്ചു തന്നു. നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല അടിപൊളി സ്ഥലങ്ങളാണ്. എന്താണെങ്കിലും പാട്ടുകാരിയാണെന്നാണ് ഞാൻ പറഞ്ഞത്. നമുക്കൊരു പാട്ട് പാടിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ. മക്കരെ അറിയാമറയെ പുല്ലാങ്കുഴലൂതുവതാരോ, ഇങ്ങോ കിനാക്കടലിന്നു മക്കരെ അറിയാമറയെ പുല്ലാങ്കുഴലൂതുവതാരോ, എൻ്റെ ഉള്ളിലാസ്വരങ്ങൾ ശ്രുതി ചേരുമ്പോൾ മപനി സഗാരേ ഗാരേ നീ സനീത ഗാമപ ഗാമരേ നീരസ, എൻ്റെ ഉള്ളിലാസ്വരങ്ങൾ ശ്രുതി ചേരുമ്പോൾ മെല്ലെ മൃദു പല്ലവി പോലെയതൻ ഹൃദയഗീതമാകവേ, ഓർമ്മകളിൽ വീണലിഞ്ഞ വിരഹഗീതമാകവേ, സാന്ത്വനമായി വന്നൊരീ സൗവർണ വേളയിൽ സ്വരകന്യകമാർ വീണമീട്ടുകയാൽ കുളിരോളങ്ങൾ പകർന്നാടുകയാൽ. അടിപൊളി. എന്തായാലും നല്ല അടിപൊളി പാട്ടാണ് പാടിയേക്കണേ. ഇനി എനിക്ക് അറിയേണ്ടത്, എങ്ങനെയാണ് ഈ മ്യൂസിക് ലോകത്തിലേക്ക് കടന്നു വന്നത് എന്ന് ചോദിച്ചാൽ, വീട്ടിലെ ഫാമിലി ആയിട്ട് കുറച്ച് കലാപരമായിട്ട് കഴിവുള്ള ഫാമിലി ആയിരുന്നു. എല്ലാവരും തന്നെ. അച്ഛൻ്റെ 2 പെങ്ങന്മാര് എല്ലാവരും കലയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരായിരുന്നു. അച്ഛൻ്റെ ഒരു പെങ്ങളാണ് എൻ്റെ മ്യൂസിക് ടീച്ചറായിരുന്നു ഓൾറെഡി. ഞാൻ ചെറുപ്പം തൊട്ടേ പഠിച്ചതൊക്കെ ആളുടെ അടുത്താണ്. ആളാണ് ഞങ്ങളെ ഈ ഫീൽഡിലേക്ക് കൊണ്ടുവന്നത്. ഒരു 3 വയസ്സ് തൊട്ട് സ്റ്റേജിൽ കയറ്റി പാടിച്ചു തുടങ്ങിയതാണ്. അപ്പോൾ അമ്മായിയാണ് ഞങ്ങളുടെ എല്ലാം. പഠിക്കാൻ പോയി തുടങ്ങിയത് എന്നാണ്? പഠിക്കാൻ അമ്മായിയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങള് മ്യൂസിക് ടീച്ചറായിരുന്നല്ലോ. മ്യൂസിക് ടീച്ചറായിരുന്നു. അപ്പം അന്നേരമൊക്കെ ഇങ്ങനെ റെഗുലറായിട്ട് പോകത്തില്ല, എന്നാലും അത്യാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോയി പഠിച്ച് അങ്ങനെ. പിന്നെ അമ്മായിക്കും പ്രോഗ്രാംസ് ഒക്കെ ആയിരുന്നു ആ ടൈമിൽ. പിന്നീട് സ്കൂൾ ടൈം കഴിഞ്ഞ് പിന്നെ ഡിഗ്രി മ്യൂസിക് എടുത്ത് തന്നെ പഠിച്ചു. മ്യൂസിക് ഡിഗ്രി ചെയ്തു, PG ചെയ്തു. അങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് എത്തിയത്. ഫസ്റ്റ് ചേർന്നത് സെന്റ് ആന്റണീസിൽ ടീച്ചറായിട്ട് ജോലി ചെയ്തത് കിഴക്കമ്പലം സെന്റ് ആന്റണീസിലായിരുന്നു. ഒരു 7 വർഷം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പട്ടിമറ്റം മാർ കുർലോസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മ്യൂസിക് ടീച്ചറായിട്ട് വർക്ക് ചെയ്തു. വീണ ഈ മ്യൂസിക് ടീച്ചർ അല്ലെങ്കിൽ മ്യൂസിക്കിലേക്കൊക്കെ കടന്നത് സ്വന്തം ഇഷ്ടത്തോടു കൂടി തന്നെയല്ലേ വന്നേ? ഇഷ്ടത്തോടെയാണ്. പിന്നെ അച്ഛനായിട്ടും അമ്മയായിട്ടും എല്ലാവരും ഈ കലാ ഫീൽഡിൽ തന്നെ ഉള്ളവരാണ്.
അച്ഛൻ തബലിസ്റ്റ് ആയിരുന്നു, അതോടൊപ്പം ഫ്ലൂട്ട് വായിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ അമ്മ ഓട്ടംതുള്ളൽ കലാകാരിയായിരുന്നു. പിന്നെ അച്ഛൻ്റെ 2 പെങ്ങന്മാരും ഇത് പറഞ്ഞതുപോലെ മ്യൂസിക് ഫീൽഡിലായിരുന്നു. അച്ഛൻ്റെ ഒരു പെങ്ങളാണ് എൻ്റെ മ്യൂസിക് ടീച്ചർ. പിന്നെ അച്ഛൻ്റെ മൂത്ത പെങ്ങളാണ് മ്യൂസിക് ടീച്ചർ. രണ്ടാമത്തെ പെങ്ങളും മ്യൂസിക് ഫീൽഡിലാണ്, ആള് ഹിന്ദി ടീച്ചറാണ്. ഇപ്പോൾ അങ്ങനെയാണ് പോണത്. അരങ്ങേറ്റം എങ്ങനെയായിരുന്നു? അരങ്ങേറ്റം എന്ന് പറഞ്ഞാൽ ചെറുപ്പം തൊട്ടേ ഞങ്ങൾ സ്റ്റേജിൽ തന്നെയായിരുന്നു. കാരണം എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും നമ്മൾ അമ്പലങ്ങളിലെ ഉത്സവങ്ങള്, നമ്മുടെ നാട്ടിലെ എല്ലാ അമ്പലത്തിലെ ഉത്സവത്തിനും നമ്മുടെ പാട്ടുണ്ടാവും. പാട്ടില്ല, വീണയുടെ പാട്ടില്ലാത്ത ഒരു പരിപാടി ഉണ്ടാവില്ല. ഞാൻ മാത്രമല്ല, എൻ്റെ ഫാമിലിയിൽ ചേച്ചിയുണ്ട്. അപ്പോൾ ഇവര് അങ്ങനെ പാടുന്നവർ കുറെ പേരുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാരും കൂടി ഞങ്ങൾ എപ്പോഴും പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് 200-ൽ പരം ഡിവോഷണൽ സോങ്സ് പാടി ഇടുണ്ട്. അതെങ്ങനെയാണ് അതിലേക്ക് വന്നത്? അത് ഞാൻ ഒരു +2 പഠിക്കുന്ന സമയത്താണ് ശരിക്കും റെക്കോർഡിങ്ങിലേക്ക് വന്നത്. അത് +2 പഠിക്കുന്ന സമയത്ത് ഏഷ്യാനെറ്റ് വാൽക്കണ്ണാടി എന്ന് പറഞ്ഞ പ്രോഗ്രാം ചെയ്തു. അപ്പോൾ അത് കണ്ടിട്ട് പിന്നെ റെക്കോർഡിങ്ങിനായിട്ട് വിളിച്ചു. അങ്ങനെ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ അച്ഛൻ എഴുതിയ ഒരു ഇത് പാടാനാണ് ആദ്യം വിളിച്ചത്. അങ്ങനെ അത് പാടി. അപ്പോൾ സ്റ്റുഡിയോയിൽ അവർക്ക് ഇഷ്ടമായി. അങ്ങനെ പിന്നീട് അവരുമായിട്ട് കണക്ട് ചെയ്ത് അങ്ങനെ ഒത്തിരി കോൾസ് വന്നു. അങ്ങനെ ഒത്തിരി ഡിവോഷണൽ സോങ്സ് പാടിയിട്ടുണ്ട്. ആ സമയത്ത് ഈ CD ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒത്തിരി പാട്ടുകൾ പാടാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഒന്നും കയ്യിലില്ല, അതൊക്കെ മിസ്സായിപ്പോയി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഒരു പാട്ട് പാടിയിട്ട് തുടങ്ങാം. ഓക്കെ. വാർക്കുഴലിൻ നീർക്കണങ്ങൾ മെല്ലെ മെല്ലെ മുത്തുമാല ചാർത്തുകയാ, ആശകളിൽ തേനലയായി തുള്ളി തുള്ളി എൻ്റെ ഉള്ളും പാടുകയായി, കലാലോലം കണ്ണുകൾ കളിച്ചിന്തായി കൽപ്പന നറും തേനോ നിൻസ്വരം നിലാപ്പൂവോ നിന്മനം മിഴിക്കോണിൽ അഞ്ജനം മൊഴിപ്പൂവിൽ സാന്ത്വനം കിനാവാകും മഞ്ചലിൽ വരൂ നീ എൻ ജീവനിൽ ദ്വാദശിയിൽ മണിദീപിക തെളിഞ്ഞു മാനസമേ ഇനി പാടോ. അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. താങ്ക് യു. അപ്പൊ കൊറോണ സമയത്ത് ഒരു ഷോ ഉണ്ടായി, ചിത്ര ചേച്ചിയുടെ താരാട്ടിന്റെ ചിത്രപല്ലവി എന്ന് പറഞ്ഞൊരു ഷോ. ആ ഷോയിലേക്ക് എങ്ങനെ പോയത്? അത് ഈ കൊറോണ സമയത്ത് വെറുതെ വീട്ടിലിരിക്കുന്ന ടൈമിൽ മൊബൈലിൽ ഒരു ആഡ് കണ്ടിട്ടാണ്. അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള അത് അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടിന്റെ മത്സരമായിരുന്നു. അപ്പൊ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ടൈമായിരുന്നു. അപ്പൊ ഞാൻ അന്നേരം ഒരു താരാട്ട് പാട്ട് പാടി വെറുതെ അയച്ചതാണ്. പക്ഷെ അതില് സമ്മാനം കിട്ടി, സെക്കൻഡ് പ്രൈസ് കിട്ടി. നിങ്ങൾക്ക് ആ പാട്ടൊന്ന് കേട്ടാലോ, ആ താരാട്ട് പാട്ട്? ഓക്കെ പാടാലോ. മുകിലമ്മേ മഴവില്ലുണ്ടോ, മയിലമ്മേ തിരുമുടിയുണ്ടോ, പൊന്നുണ്ണി കണ്ണനു സീമനി കണി കാണാൻ മെല്ലെ പോരൂ, അലഞ്ഞുറയും പൂങ്കാറ്റേ അരമണിയും ചാർത്തി വരൂ, എന്നുണ്ണി കണ്ണനുറങ്ങാൻ വാവാവോ പാടി വരൂ, വാവാവോ പാടി വരൂ, ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ, ഉണ്ണി വാവാവോ വാവേ വാവാവോ, നീലപ്പീലി കണ്ണും പൂട്ടി പൂഞ്ചേലാടാലോ, നീലപ്പീലി കണ്ണും പൂട്ടി പൂഞ്ചേലാടാലോ, പൂഞ്ചേലാടാലോ. അടിപൊളി. ചിത്ര ചേച്ചിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല, നേരിട്ട് കണ്ടിട്ടില്ല. ഇതേവരെ ആ ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഉണ്ടാവട്ടെ. ചിത്ര ചേച്ചിയാണ് ഇതിന്റെ റിസൾട്ട് അനൗൺസ് ചെയ്തത്. അപ്പൊ ചിത്ര ചേച്ചി പ്രത്യേകം വളരെ നന്നായിട്ട് പാടിയെന്നും എന്റെ പേരെടുത്ത് പറയുകയൊക്കെ ചെയ്തു. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. വേറെ ഇപ്പൊ മധുചേട്ടനെ കണ്ടിട്ടുണ്ട്, മഞ്ജരി ചേച്ചിനെ. അത് ഞങ്ങൾ ആ റിയാലിറ്റി ഷോയിൽ പോയ ടൈമില് അവിടെ ജഡ്ജസ് ആയിട്ടുണ്ടായിരുന്നവരാണ്. അപ്പൊ അവരുമായിട്ട് അതുകൊണ്ട് അടുത്ത് ഇടപഴകാൻ പറ്റിയിട്ടുണ്ട്. ഒത്തിരി പാട്ടുകൾ അവരുടെ മുമ്പിൽ പാടാൻ പറ്റിയിട്ടുണ്ട്. എന്താവണമെന്നായിരുന്നു ആഗ്രഹം? എനിക്കും ഒരു പ്ലേ ബാക്ക് സിംഗർ ആവണം എന്നാണല്ലോ ഏത് പാട്ടുകാരുടെയും ആഗ്രഹം. അപ്പൊ അതുപോലെ തന്നെ അങ്ങനെ ആവണം എന്നാണ് ആഗ്രഹം. പിന്നെ ചിത്ര ചേച്ചിക്ക് വേണ്ടി എനിക്കൊരു പാട്ട് പാടാൻ പറ്റിയിട്ടുണ്ട്, ഒരു ട്രാക്ക് പാടിയിട്ടുണ്ട് ഞാൻ.
പടം റിലീസായിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരു പാട്ട് അങ്ങനെ വേണുജി മുളകുകാട് എന്ന് പറഞ്ഞ് അദ്ദേഹം മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിട്ട് ഒരു പാട്ട് ഞാൻ ചിത്ര ചേച്ചിക്ക് വേണ്ടി പാടി. അന്ന് അവർ ചെന്നൈയിലായിരുന്നു റെക്കോർഡിങ്. അപ്പോൾ വേണുജി അന്ന് റെക്കോർഡിങ് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ എന്നെ വിളിച്ചു, ചിത്ര ചേച്ചി ഈ പാട്ട് പാടിയത് ആരാന്നും ആ കുട്ടി വളരെ നന്നായിട്ട് പാടിയിട്ടുണ്ടെന്ന് പറയണം എന്നും പറഞ്ഞു. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ നിമിഷങ്ങളാണ്. കാണാൻ പറ്റിയില്ലെങ്കിലും ഇങ്ങനെയൊക്കെ പറയണ്ടല്ലോ, വീണ 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 എന്ന് ഇങ്ങനെ കുറെ പ്രാവശ്യം പറഞ്ഞല്ലോ. അതൊക്കെ വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. അങ്ങനെ പോണു അങ്ങനെ വീണ. അപ്പൊ എന്താണെങ്കിലും ഒരുപാട് ആഗ്രഹമൊക്കെ ഉണ്ടെന്ന് അറിയാം, മനസ്സിലായി പാട്ടൊക്കെ കേട്ട്. അപ്പൊ എന്താണെങ്കിലും ചേച്ചി നന്നായിട്ട് പാട്ട് പാടും. ചേച്ചി പാടും. അങ്ങനെ എല്ലാവരും പാടും പറഞ്ഞു. ചേച്ചി വരുമോ? ചേച്ചി വരും, ചേച്ചി ഉടനെ എത്തും. ചേച്ചി ഉണ്ട്. ഇതാണ് നമ്മളെ പറ്റിച്ച ചേച്ചി. അതെ അതെ, സമയം പാലിക്കാത്ത ചേച്ചി. 20 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചു. ഓക്കെ, എന്താ പേര്? വിദ്യ. വിദ്യ. ഇത്തിരി അടുത്തിന്നോ, പേടിക്കണ്ട. ഓക്കെ, വിദ്യ പാട്ടൊക്കെ പാടുമോ? കുറേശ്ശെ. നിങ്ങൾ റീൽസിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ അല്ലേ? നിങ്ങൾ രണ്ടുപേരും ഉള്ള പരിപാടികളൊക്കെ ഒരുപാട് ഞാൻ കാണാറുണ്ട്. ഇതെങ്ങനെയാണ് സമയമൊക്കെ കണ്ടെത്തണം? എങ്ങനെയാണ്? ഞങ്ങൾ എല്ലാ ആഴ്ചയിലും ഒന്നെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ എന്റെ വീട്ടില് എന്തായാലും എല്ലാ ആഴ്ചയും അല്ലെങ്കിൽ അമ്മാന്റെ വീട്ടിലെ തൊടുപുഴ. അപ്പൊ ഈ റീൽസ് എല്ലാ ഫാമിലിനെ മൊത്തം ഉൾപ്പെടുത്തും. അതാണ്. അല്ലെങ്കിൽ അവര് വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? വന്നില്ലേ പ്രശ്നം ഉണ്ടാക്കും. വിഷയമായിരിക്കും അല്ലേ? ആഴ്ചയിൽ ഒരിക്കലും എന്തായാലും കാണണം എന്നുള്ളത് അത് ഫാമിലിയുടെ തീരുമാനമാണ്. എന്നോട് ഞാനിങ്ങനെ വീണയുടെ വീട്ടിൽ വന്നെന്ന് പറഞ്ഞപ്പോ എന്റെ ചേച്ചി വന്നിട്ടോ എന്ന് പറഞ്ഞു, ചേച്ചിനെ വിളിക്കണമെന്ന് പറഞ്ഞു. അത്രയ്ക്ക് അടുപ്പാണ്. എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞങ്ങൾ ഒരുമിച്ചാണ്. ഓക്കെ, ചേച്ചി ഇപ്പറേക്ക്. ഓക്കെ, എനിക്കേ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു പാട്ട് പാടണം. പിന്നെ പാടാന്ന് എല്ലാം പ്രിപ്പയർഡ് ആണ്. ഏത് പാട്ടാണെന്ന് നോക്കണം. നല്ല പാട്ടാണ് പാടുന്നത്. പ്രാക്ടീസ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞോ? പെട്ടെന്ന് പ്ലാൻ ചെയ്തേക്കണാണ്. റെഡി? പാടിയില്ലായിരുന്നല്ലേ? ഓക്കെ. മേലെ മേലെ മഴ മേഘപാളി ഒരു മിന്നലോടെ ഉണരും, ദേവദാരു വനദേവതയ്ക്കു മണിമോതിരങ്ങൾ പണിയും, മേലെ മേലെ മഴ അങ്ങനെയായിരുന്നു. ഓക്കെ, ഞാൻ ശരിയാക്കി തരാട്ടാ. ഓക്കെ, അപ്പൊ ഒന്നുകൂടി. അപ്പൊ ടേക്ക് നമ്പർ എത്രയാ? 3. ഓക്കെ, റെഡി. മേലെ മേലെ മഴ മേഘപാളി ഒരു മിന്നലോടെ ഉണരും, ദേവദാരു വനദേവതയ്ക്കു മണിമോതിരങ്ങൾ പണിയും, മേലെ മേലെ മഴ മേഘപാളി ഒരു മിന്നലോടെ ഉണരും, ദേവദാരു വനദേവതയ്ക്കു മണിമോതിരങ്ങൾ പണിയും, തണ്ടുലഞ്ഞ കൈത്താരിൽ ചന്ദ്രകാന്തവളയേകും, മഞ്ജുരാഗവീണയിൽ അഞ്ജനങ്ങൾ എഴുതിക്കും, പൂമ്പുലരിയിൽ മഞ്ഞുമഴ മുത്തുമണി അണിയിക്കും, മെല്ലെ മെല്ലെ നിന്നെ മുടിപ്പൂ ചാർത്തിടും, തലോടാൻ പോന്നിടും, ദും 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 ദൂരേതോരാക്കിളി പാട്ടിൽ തുടങ്ങി ഉത്സവം, നിലാവിൻ ഉത്സവം. അടിപൊളി. അപ്പൊ ഇതൊക്കെ നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്താന്ന് ഞാൻ ആദ്യം വിചാരിച്ചു, അല്ലാതെ അതുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും ടേക്ക് ഒക്കെ എടുക്കേണ്ട വന്നത്. ഓക്കെ, അപ്പൊ എവിടെയാ ശരിക്കും സ്ഥലം? എവിടെയാ? തിരുമാറാടി. കുത്താട്ടുകുളം അടുത്ത് തിരുമാറാടി. തിരുമാറാടിയിലല്ലേ പഠിച്ചത്? അതെ, എന്റെ സ്വന്തം വീട്. അതുകൊണ്ട് അവിടെ പഠിച്ചു. ഓക്കെ, ഞാൻ അവിടെ പഠിച്ചതെന്ന് കേട്ടിട്ടുണ്ട്. തിരുമാറാടി, കൂത്താട്ടുകുളം. അങ്ങനെ ഒരു സ്ഥലം ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം പരിചയപ്പെടാൻ പറ്റിയതിൽ. അപ്പൊ റീൽസ് ഒക്കെ ഇനിയും പോരട്ടെ, ഞങ്ങൾ കണ്ട് ആസ്വദിക്കാം. ഓക്കെ, നമുക്കൊന്ന് കുടുംബത്തെ ഒന്ന് പരിചയപ്പെടാം. ആരൊക്കെയുണ്ട് വീട്ടില്? ഹസ്ബൻഡും 2 കുട്ടികളും ആണ് ഉള്ളത്. പിന്നെ എന്റെ അമ്മയുണ്ട്. അമ്മ ജോലിക്ക് പോയിക്കാണ്, ജോലി കഴിഞ്ഞ് എത്തിയിട്ടില്ല. ഇപ്പൊ ഹസ്ബൻഡും ഒരു മോളും ഒരു മോനും ഉണ്ട്. ഒരു കൂടെ ഉണ്ട്. അവരൊന്ന് വിളിച്ചാലോ? വിളിക്കാം. ഹായ് അനൂപ്. ഓക്കെ, എനിക്കറിയാം പേരൊക്കെ. എങ്ങനെയാന്ന് ചോദിക്കരുത്, അനൂപ് ഒന്ന് കേട്ടപ്പോ തന്നെ അറിയാൻ പറ്റും. ഓക്കെ, മോന്റെ പേരെന്താ?
ആരവ് എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത്? 4 പഠിക്കുന്നു. മോള്? ഞാൻ ആവണി 10 പഠിക്കുന്നു. ഇപ്പൊ 10. അടിപൊളി. അപ്പൊ എന്താണെങ്കിലും അടിപൊളിയാണ്, നല്ല അടിപൊളി കുടുംബം. അപ്പൊ എവിടെയാ വർക്ക് ചെയ്യുന്നത്? മനോരമ. മലയാള മനോരമയില് പത്രത്തിലാണ് വർക്ക് ചെയ്യുന്നത്. എന്തായിട്ട്? ഞാൻ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. 15 വർഷമായി മനോരമ. 15 വർഷമായിട്ട് മനോരമയിൽ വർക്ക് ചെയ്യുന്നത്. എന്താണ് വീണയെ കിട്ടിയതിലുള്ള സന്തോഷം? സന്തോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ പറഞ്ഞ ഒരു വീണയുടെ പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് കല്യാണം കഴിക്കുന്നത്. ഞങ്ങളുടെ ഒരു ലവ് മാരേജ് ആയിരുന്നു. പറഞ്ഞില്ല. ലവ് മാരേജ് എവിടെ വെച്ചാണ് ആ പാട്ട് കേട്ടത്? ഞാൻ മൂവാറ്റുപുഴയ്ക്ക് അടുത്തുള്ള ഒരു വാടക എന്ന സ്ഥലത്ത് ഒരു അമ്പലത്തിലെ ഉത്സവത്തിന് പോയതാണ്. അപ്പോൾ വീണയുടെ അമ്മ ഇതിനും അറിയായിരുന്നു. അപ്പം അങ്ങനെ ഇതിൽ പോയി അവിടെ വെച്ച് പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ ഫോൺ നമ്പർ കിട്ടി, പരിചയപ്പെട്ട്, അങ്ങനെ ഇഷ്ടപ്പെട്ട് അത് മാരേജ് പറയുമ്പോൾ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ഞങ്ങൾ വീട്ടുകാരൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെയാണ് കല്യാണം കഴിച്ചത്. 2011 കല്യാണം. സോറി, ഞാൻ പോയി കഴിഞ്ഞാൽ എന്ത് വേണേലാവാം. അന്ന് കേട്ട പാട്ട് ഓർമ്മയുണ്ടോ? അന്ന് കേട്ട പാട്ട് ഡിവോഷണൽ ഭക്തിഗാനമേളയായിരുന്നു. അന്ന് അഞ്ജനശീലയിൽ ആദിപരാശക്തി അമ്മയ്ക്കുമാരനൊരു അമ്മ എന്നുള്ളൊരു പാട്ടായിരുന്നു പാടിയത്. ആ പാട്ടാണ്. എന്തായാലും ആ 2 വരി പാട്ട് നമുക്കും കൂടി ഒന്ന് കേൾക്കാം. എന്താണ് അതിലുള്ള പ്രത്യേകത നമുക്കൊന്ന് അറിയണ്ടേ? ഓക്കെ, ക്യാമറ ഒരാള് അനൂപേട്ടനെ ഒന്ന് ഫോക്കസ് ചെയ്ത് പിടിക്കണേ. ആ പാട്ട് വിടുമ്പോ അവിടെ നിന്നിട്ട് അപ്പൊ അനൂപേട്ടന്റെ ഫേസ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ വീണ പാടട്ടെ. അഞ്ജനശിലയിൽ ആദിപരാശക്തി അമ്മേ കുമാരനല്ലൂരമ്മേ നീ എൻ മനസ്സിൽ ഭദ്രദീപം തെളിയുമ്പോൾ വന്നണഞ്ഞു മാഹേന്ദ്ര നീലാഭയ. അഞ്ജനശിലയിൽ ആദിപരാശക്തി അമ്മേ കുമാരനല്ലൂരമ്മേ നീ എൻ മനസ്സിൽ ഭദ്രദീപം തെളിയുമ്പോൾ വന്നണഞ്ഞു മാഹേന്ദ്ര നീലാഭയ. എൻ മനസ്സിൽ അപ്പൊ അതങ്ങോട്ട് ഭദ്രദീപം തെളിഞ്ഞു അനൂപിന്റെ മനസ്സിൽ. അപ്പൊ ആ തെളിയിച്ചതാണ്. അടിപൊളി, എന്തായാലും സൂപ്പർ. പിന്നെ മക്കളെങ്ങനെയുണ്ട്? പാട്ടൊക്കെ പാടോ? ചെറുതായിട്ടൊക്കെ പാടും. അപ്പൊ ചെറുതായിട്ട് ഒരു പാട്ട് കേൾക്കാം നമുക്ക്. ഓക്കെ. അഖിലും ചന്ദനവും പൂച്ചൂടുന്നു, യമുനയിലോളങ്ങൾ ചാഞ്ചാടുന്നു. അഖിലും ചന്ദനവും പൂച്ചൂടുന്നു, യമുനയിലോളങ്ങൾ ചാഞ്ചാടുന്നു. യാദവ സംഗീത വീണയിലേതോ, യാദവ സംഗീത വീണയിലേതോ ദ്വാപരയുഗത്തിൻ്റെ ഹൃദയധ്വനി, ദ്വാപരയുഗത്തിൻ്റെ ഹൃദയധ്വനി. അഖിലും ചന്ദനവും പൂച്ചൂടുന്നു, യമുനയിലോളങ്ങൾ ചാഞ്ചാടുന്നു. അടിപൊളി പാട്ടൊക്കെ പാടുമല്ലേ? അമ്മ ഫ്രീ ആയിട്ടായിരിക്കും പഠിപ്പിക്കണത്. ഓക്കെ, എന്താണേലും മോള് പാടി. അച്ഛന് പാടണമെന്ന് ആഗ്രഹമുണ്ടോ? അല്ലേ കൂടെ കഴിയാൻ നേരത്തെ ഇപ്പൊ എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ? 16 വർഷമായി. 16 വർഷം. ഒന്നും കിട്ടിയിട്ടില്ല. പാട്ട് ഞാൻ പാടില്ല, പക്ഷെ പാട്ട് നന്നായിട്ട് ആസ്വദിക്കും. അത് മനസ്സിലായി, ഇഷ്ടമാണ്. അത് മനസ്സിലായി. പാട്ട് ആസ്വദിക്കും. പാട്ട് ഞാൻ പാടില്ല. പക്ഷെ ഞങ്ങള് ഇടയ്ക്ക് ഇവിടെ ഇരിക്കുമ്പോ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്റെ കൂടെ ഇടയ്ക്ക് ഓരോ ഡ്യൂറ്റ് ഒക്കെ ചെറുതായിട്ട് അങ്ങനെ ഡ്യൂറ്റ് വെറുതെ ചെറുതായിട്ട് നോക്കണോ? വേണ്ട വേണ്ട. അത്രയും നല്ല പാട്ട് വീണ പാടിയിട്ട് അതിന്റെ ഇടയ്ക്ക് ചുമ്മാ ഇത്രയും നല്ല പാട്ട് ഇതിലും വലുത് എന്താ വേണ്ട ഇനി? അതിന്റെ ഇടയ്ക്ക് ഇനി നമ്മുടെ ഇത് വേണ്ടല്ലോ. അപ്പൊ എന്താണെങ്കിലും ഒരുപാട് സന്തോഷം. അപ്പൊ നമ്മള് വരെയും വീണയുടെ വീട് കാണുകയും ഇവിടുത്തെ സ്ഥലങ്ങൾ കാണുകയും
ഒരുപാട് സംഭവങ്ങൾ കണ്ട് എല്ലാമായി. അപ്പം നിങ്ങളെയൊക്കെ പരിചയപ്പെട്ടു. മോളുടെ പാട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളി. അമ്മയെ പോലെ ഒരുപാട് ഒരു മ്യൂസിക് ടീച്ചറോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം. എന്താണെങ്കിലും മോളുടെ പാട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അമ്മേനെ പോലെ നല്ലൊരു പാട്ടുകാരി ആവട്ടെ. അടിപൊളിയാവട്ടെ. അപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനുള്ളത് ഇപ്പം കലാകാരോടൊപ്പം ഇവർ എന്ന പ്രോഗ്രാമിൽ എനിക്കും കൂടി ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പോൾ ഇതിലൂടെ കുറെ പേര് കാണുമല്ലോ, കുറെ പേര് അറിയുമല്ലോ, അതും ഭയങ്കര സന്തോഷമാണ്. ഇങ്ങനെ കുറച്ച് പാട്ടുകൾ പാടാൻ പറ്റിയതും ഭയങ്കര സന്തോഷം. എൻ്റെ ഫാമിലിനെ കാണിക്കാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി സന്തോഷം. ഒരു അടിപൊളി പാട്ട് വെക്കാം. ഓക്കെ. ഇളവയിൽ മണിവളയണിയണ തിന വയലുകൾ തോറും കതിർമണിയുടെ നിരതിരയുക കുറുകുറുകണ പ്രാവേ മരതകമണി ഇനിയും ഇതുക വരുകയാണോ കനക കസവു ചിറകുമായി പതുങ്ങി പതുങ്ങി പറന്നുവാ പകരം നിനക്ക് തരുന്നു ഞാൻ എൻ്റെ പവിഴ ചുണ്ടിലെ മൊഴിമഴ 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 മേഘരാഗം നെറുകിൽ തൊട്ടു മേലേ നിൽപ്പു വാനം 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 ദൂരെയെങ്ങോ മിഴിയും നട്ട് പൂ പോൽ നിൽപ്പു യാമം. അടിപൊളി. അപ്പം എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. വീണയുടെ ഒരുപാട് വിശേഷങ്ങൾ കേട്ടു, പാട്ടുകൾ കേട്ടു, വീട് കണ്ടു, അതുപോലെ ചേച്ചീനെ കണ്ടു, അതുപോലെ വീട്ടിലെ ട്രോഫികളെല്ലാം കണ്ടു. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഒരുപാട് പാട്ട് കേട്ടു. അപ്പോൾ വീണയുടെ ആഗ്രഹം പോലെ തന്നെ നല്ലൊരു പ്ലേ ബാക്ക് സിംഗർ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അങ്ങനെ തന്നെ ആവട്ടെ. ഓക്കെ. അപ്പോൾ എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അടുത്ത ഒരു ഗസ്റ്റുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. അതുവരേക്കും ബൈ. അപ്പോൾ ഒന്ന് ഇങ്ങോട്ട് കയറിയെന്നോ. അപ്പോൾ എല്ലാവിധ ആശംസകളും ഈ കുടുംബത്തിന്. ഓക്കെ, ബൈ ബൈ. താങ്ക് യു.